പീഡനക്കേസിൽ കേരളത്തിൽ ഒരു MLA അറസ്റ്റിലായ സാഹചര്യമാണല്ലോ കേരളത്തിലുള്ളത്. പക്ഷേ MLA കോൺഗ്രസ്സുകാരനല്ല ഇപ്പോൾ, അതുകൊണ്ട് വെക്കണമെന്ന് ആവശ്യപ്പെടാനാകില്ല എന്നാണ് കോൺഗ്രസ് കോൺഗ്രസ്സുകാർ അതിലൊരു നിലപാടല്ലേ രാജി ആവശ്യപ്പെടുന്നുണ്ട്. കാര്യങ്ങളെല്ലാം കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ AKG ഭവന്റെ മുമ്പിൽ നിന്നിട്ട് സംസാരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതിലുള്ള ഒരു കാര്യം, കോൺഗ്രസ് അലോട്ട് ചെയ്ത കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചയാളാണ്. പരസ്യമായി നടപടിയെടുത്തു എന്നെല്ലാം പറയുമ്പോഴും അദ്ദേഹത്തിന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സ്വാധീനവും മറ്റു കാര്യങ്ങളും മാധ്യമപ്രവർത്തകർക്ക് തന്നെ അറിയാവുന്നതാണ്. ഇതിനകത്തുള്ളൊരു വിഷയം പലതരത്തിലുള്ള ആരോപണങ്ങളും സ്വഭാവ വൈകല്യങ്ങളും അത് സംബന്ധിച്ചുള്ള പരാതികളുമൊക്കെ ഉണ്ടാകാറുണ്ട്. അതെല്ലാം ശക്തമായിട്ട് നടപടിക്ക് വിധേയമാക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ ഇപ്പം നിങ്ങൾ ഈ ചോദിച്ച വ്യക്തിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് വെളിപ്പെടുന്ന കാര്യം എന്താണ്? ഇദ്ദേഹം ഒരു ഇത്തരം കാര്യങ്ങളിൽ ഒരു രോഗം തന്നെ പിടിപെട്ടിട്ടുള്ള ആളാണോ? എല്ലാത്തിനകത്തും ഒരു പാറ്റേൺ. ഞാനിപ്പോൾ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. എത്രയോ പേരെ ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവിടെ എല്ലാം അദ്ദേഹത്തിന്റെ ഈ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ, അദ്ദേഹം ഇത് കൈകാര്യം ചെയ്യുന്ന, ഇതിൽ ഇടപെടുന്ന ഈ ഇരകളോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം അത് വളരെ അസാധാരണവും ഇത്ര ഒരു വികൃത രൂപമുള്ളതാണ്. അപ്പൊ ഇദ്ദേഹത്തെ സീരിയൽ കില്ലേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കാറുണ്ട്, സിനിമകൾ ഉണ്ടാകാറുണ്ട്. അതുപോലൊരു ഇതുമായി ബന്ധപ്പെട്ട സീരിയൽ ക്രൈമാണ് ഇദ്ദേഹം കമ്മിറ്റ് ചെയ്യുന്നതായിട്ട് ഇപ്പം വന്നിടത്തോളം വിവരങ്ങൾ വെച്ച് വെളിപ്പെടുന്നത്. അപ്പൊ അതിൽ ഇപ്പം വന്നിട്ടുള്ള വിവരം, ഇതിലെ ഇപ്പോഴത്തെ ഇര അതിജീവത പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് തൻ്റെ അനുഭവങ്ങൾ എല്ലാം വെളിപ്പെടുത്തിയത്. അപ്പൊ അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ളവർ പൊതുജീവിതത്തിൽ തുറന്നു നിൽക്കുന്നത് എത്രമാത്രം ശരിയാണ്? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ദുഷിപ്പുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അഴിമതിയുണ്ട്, സ്വജനപക്ഷപാതമുണ്ട്, പലതരത്തിലുള്ള മറ്റു കുറ്റകൃത്യങ്ങളുണ്ട്. ഉത്തരേന്ത്യയിലാണെങ്കിൽ പിന്നെ മസിൽ പവറും മണി പവറും രാഷ്ട്രീയത്തിൽ വളരെയധികം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കേരളത്തിൽ അതുപോലെ ഇല്ല. കേരള നിയമസഭാ സ്പീക്കർ പറഞ്ഞത് നിയമസഭയുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കാൻ ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്ത് വേണം, അത് എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കാൻ പോവുകയാണ്. എത്തിക്സ് കമ്മിറ്റി അത് പരിശോധിക്കണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്തിക്സ് ഉണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ ഗൗരവമായിട്ട് കാണണം. ഈ കൂട്ടത്തിൽ ഞാനൊരു കാര്യം വ്യക്തമാക്കുകയാണ്. ഈ സുപ്രീം കോടതി വിധികളുടെ എല്ലാം അടിസ്ഥാനത്തിൽ പ്രവൃത്തിയിടങ്ങളിൽ സ്ത്രീകൾക്ക് സധൈര്യം പോകാനും പ്രവർത്തിക്കാനുമുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ സ്ഥാപനങ്ങളും ഇന്റേണൽ കമ്മിറ്റികൾ, അത് ചിലർ ICC ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി എന്ന് പറയാറുണ്ട്, പക്ഷെ സാങ്കേതികമായി IC ഇന്റേണൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മതി. അപ്പം ഒരു കേസിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇതിന്റെ പരിധിയിൽ വരുന്നില്ല, അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇന്റേണൽ കമ്മിറ്റികൾ ഉണ്ടാക്കേണ്ടതില്ല എന്നൊരു കോടതി നിരീക്ഷണം, കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണമാണെന്ന് തോന്നുന്നു, ഒരിക്കലുണ്ടായി. പക്ഷെ ആ നിരീക്ഷണം മാറ്റിവെച്ചുകൊണ്ട് CPIM-ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയും, CPIM ഇന്ത്യയിലെ ഒരുപക്ഷെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കും കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും ഇന്റേണൽ കമ്മിറ്റികളുണ്ട് പാർട്ടിക്ക്. ഇത്തരം വിഷയങ്ങളെ കുറിച്ച് പരാതി വന്നാൽ ആ ഇന്റേണൽ കമ്മിറ്റികൾ തീരുമാനമെടുക്കും. ഇന്റേണൽ കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ അന്തിമമായിരിക്കും. പാർട്ടി കേന്ദ്ര കമ്മിറ്റിയോ പോളിറ്റ് ബ്യൂറോയോ അതിനകത്ത് മാറ്റം വരുത്തില്ല. അങ്ങനൊരു സമ്പ്രദായം CPIM-ൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി മെമ്പർമാർക്ക് ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ നിയമത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്താൻ വേണ്ടി കഴിഞ്ഞ തവണ ചേർന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഒരു 3 മണിക്കൂർ നേരം ഒരു നിയമവിദഗ്ധ വന്ന് ഇന്റേണൽ കമ്മിറ്റി പ്രവർത്തിക്കുന്നതിന്റെ വിശദാംശങ്ങൾ എന്ത് എന്നുള്ളത് വിശദീകരിച്ചു. പിന്നെ ഈ രംഗത്ത് പ്രവർത്തിച്ചു പരിചയമുള്ള സഖാവ് വൃന്ദാക്കാരാട്ട്, കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവാണ്, സഖാവ് വൃന്ദാക്കാരാട്ട് ഇതിനെക്കുറിച്ച് വിശദീകരിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്ക് നിവാരണം വരുത്തി. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന CPIM-ന്റെ ഇന്റേണൽ കമ്മിറ്റി ചെയർമാൻമാരുടെ യോഗം ഓൾ ഇന്ത്യ ഇന്റേണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു. എല്ലാ സ്റ്റേറ്റിൽ നിന്നും അവർ വന്നു, ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും മറ്റു രാഷ്ട്രീയ പാർട്ടികളും ആ പാർട്ടികൾക്കുള്ളിലും ഇതേപോലെ ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആദ്യം രൂപീകരിക്കേണ്ടിയിരുന്നത് കോൺഗ്രസ് പാർട്ടിയിലാണ്. ഇപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ, അതിന് കോൺഗ്രസ് തയ്യാറാകുമോ എന്നുള്ളൊരു ചോദ്യവും
കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തോടും സംസ്ഥാന നേതൃത്വങ്ങളോടും ഉന്നയിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്.